ഹലോ, എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ പേരിലേക്ക് വീഡിയോ എത്തുന്നതിനും തുടർന്ന് നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ കിട്ടുന്നതിനും ഒക്കെ അതൊരു ഉപകാരപ്പെടും. അപ്പം എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒരു പോളിസി എടുക്കുന്നവർ നിർബന്ധമായിട്ടും അവരുടെ ഡോക്യുമെന്റിൽ വായിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പലരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ആ ഡോക്യുമെന്റ് അതുപോലെ തന്നെ മടക്കി വെക്കാറാണ് പതിവ്. അതെന്താണെന്നൊന്ന് വായിച്ച് നോക്കുക പോലും പലപ്പോഴും ചെയ്യാറില്ല. എന്നിട്ട് ഒരു ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും ക്ലെയിം കിട്ടാതാവുകയും അതിന്റെ പേരിൽ ഒരുപാട് തവണ നിങ്ങൾ പലരുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു 72 or 80 ഒക്കെ പേജൊക്കെ ആയിരിക്കും പലപ്പോഴും പോളിസി ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാമതായിട്ട് പോളിസി ഡോക്യുമെന്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പോളിസി തന്നെയാണോ, ആ പോളിസിയുടെ പേര് എന്താണെന്ന് വെച്ചാൽ അത് അതിനകത്ത് നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതേ പോളിസി തന്നെയാണോ എടുത്തേക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് പോളിസി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന ഡേറ്റും. പലപ്പോഴും ചില ആൾക്കാർ നിങ്ങളുടെ പോളിസി ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അയച്ചു തരാറില്ല. പകരം അതിനെ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കും. ചിലപ്പം മിക്കവാറും ഒരു 30 ദിവസം വരെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 30 ദിവസമാണ് നിങ്ങളുടെ പോളിസി വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതായത് ഫുൾ എമൗണ്ട് തിരിച്ച് റീഫണ്ട് കിട്ടാൻ പരമാവധി 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പം അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി പല ആൾക്കാരും ഒരു 30 ദിവസം വരെ ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താറുണ്ട്. എന്നിട്ട് പോളിസി ഡോക്യുമെന്റ് തരും. എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് അതിനുശേഷമായിരിക്കും പോളിസി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ അങ്ങനല്ല. നിങ്ങൾക്ക് കറക്റ്റ് എന്നാണോ പോളിസി ഇഷ്യൂ ആവുന്നത് അന്ന് തൊട്ട് തന്നെ പോളിസി സ്റ്റാർട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഡേറ്റ്, സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റും എൻഡ് ചെയ്യുന്ന ഡേറ്റും നിങ്ങളുടെ പോളിസിയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. 2, സം ഇൻഷ്യൂർഡ് ആണ്. നിങ്ങൾ എത്ര രൂപയുടെ സം ഇൻഷ്യൂർഡിനാണോ കമ്പനിയോട് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പാക്കുക. മൂന്നാമത്തെയാണ് വേരിയന്റ് എന്ന് പറയുന്നത്. പല കമ്പനിയുടെ പല പോളിസികൾക്കും പല വേരിയന്റുകൾ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വേരിയന്റ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വേരിയന്റ് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. മൂന്നാമത്തേതാണ് നിങ്ങളുടെ പോളിസി പീരീഡ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ ഒക്കെ ഒരുമിച്ച് പണം അടച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുക. കൃത്യം അത്രയും വർഷത്തേക്ക് തന്നെയാണ് നിങ്ങളുടെ പോളിസി കിട്ടിയിരിക്കുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തതാണ് പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും കഴിവതും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ പിൻകോഡും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തുന്ന ഏജന്റിനോട് പറഞ്ഞ് തിരുത്താൻ നോക്കാവുന്നതാണ്. അതൊന്ന് കൃത്യമായിട്ട് തന്നെ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒന്നാണ് നിങ്ങളുടെ സം ഇൻഷ്യൂർഡ് തന്നെ ആണെങ്കിൽ തന്നെയും ചിലർ പോർട്ട് ചെയ്ത് വരുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ക്യാരി ഫോർവേഡ്, നോ ക്ലെയിം ബോണസ് ആയിട്ടൊക്കെ കിട്ടിയ സം ഇൻഷ്യൂർഡ് ഉണ്ടായിരിക്കും. അതൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പോളിസി പുതുക്കിയതിന് ശേഷം, ഇപ്പോൾ പുതിയതായിട്ട് എടുത്തു, അത് 1 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ ഡോക്യുമെന്റ് കിട്ടാറുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ക്യാരി ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ നോ ക്ലെയിം ബോണസ് ആയിട്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് പോളിസി ഡോക്യുമെന്റിൽ ആഡ് ആയിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഏജന്റിനെ അത് അറിയിക്കേണ്ടതാണ്. പിന്നെ ഒന്നാണ് നോമിനി. നിങ്ങളുടെ നോമിനിയായിട്ട് കൊടുത്തിരിക്കുന്ന ആളുടെ പേരും നിങ്ങളുടെ ബന്ധം കാര്യങ്ങളെല്ലാം തന്നെ ക്ലിയർ ആണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആക്സിഡന്റൽ പോളിസികളുള്ളവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ അത് നോക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ആ പോളിസി കൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുത്തുള്ളൂ. അടുത്ത ഒന്നാണ് ഓപ്ഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിനോടൊപ്പം തന്നെ പല റൈഡറുകളും ഓപ്ഷണലായിട്ട് എക്സ്ട്രാ എമൗണ്ട് കൊടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ കൺസ്യൂമബിൾസിന്റെ കവറേജ്, ഹോസ്പിറ്റൽ ക്യാഷ്, അങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അതിനോട് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളും കൂടി അതിനകത്ത് ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് നിങ്ങളൊന്ന് നോക്കണം. പിന്നെ ഓരോ മെമ്പറിൻ്റെയും നെയിം, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ പ്രൂഫിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ നെയിം ഉണ്ടെന്നും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമാണെന്നും നിങ്ങൾ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ, പ്രൊപ്പോസറുമായിട്ടുള്ള റിലേഷൻ എന്താണ് അത് നോക്കിയിരിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് PED, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്താണ്.
മുന്നേ നിങ്ങൾക്ക് ഈ പോളിസി എടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ കറണ്ടായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ മെൻഷൻ ചെയ്യുന്നത് ഈ PED എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും. പലർക്കും അബദ്ധം സംഭവിക്കുന്നതും പലരും ഏജന്റിനോട് പറഞ്ഞിട്ടും ഏജന്റ് അത് രേഖപ്പെടുത്താതെ പോകുന്നതും നിങ്ങളുടെ പോളിസി റിജക്റ്റ് ആയി പോകുന്നതിനും കാരണമാകുന്ന ഒന്നാണ്. 5 വർഷമോ 10 വർഷമോ നിങ്ങൾ തുടർച്ചയായിട്ട് പ്രീമിയം അടച്ചാലും നിങ്ങൾക്ക് ക്ലെയിം കിട്ടാതാവാൻ കാരണമാകുന്ന ഒരു ഭാഗമാണ് ഈ PED എന്ന് പറയുന്നത്. എല്ലാ പോളിസിക്കകത്തും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. ഇനി അവിടെ മെൻഷൻ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഏജന്റിനെ അറിയിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഡിക്ലറേഷൻ വാങ്ങിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളതാണ് ഏജന്റിന്റെ ഡീറ്റെയിൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചെന്ന് കരുതിയോ അല്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിച്ചെന്ന് കരുതിയോ നിങ്ങളുടെ പോളിസി ഒരിക്കലും ഒരു ഏജന്റ് ത്രൂ ആകണമെന്നില്ല. മറിച്ച് അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ച ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് വേണ്ടി സംസാരിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിന് വഴിയിട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പോളിസി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിനകത്തൊരു ഏജന്റിന്റെ നെയിം, ഏജന്റ് കോഡ്, ഏജന്റ് നെയിം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്ററി നെയിം, ഇന്റർമീഡിയറ്ററി കോഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭാഗം കാണും. അതിനകത്ത് ഒരു വ്യക്തിയുടെ പേരുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ കോഡ്, പിന്നെ ഒരു വ്യക്തിയുടെ മൊബൈൽ നമ്പർ. ഇത്രയും 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഏജന്റ് ത്രൂ ആയിരിക്കും. നേരെ മറിച്ച് ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരോ ഒരു ടോൾ ഫ്രീ നമ്പറോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ പോളിസി തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ത്രൂ എടുത്തിരിക്കുന്നതായിരിക്കും. അത് പിന്നീട് സർവീസുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. ഒരുപാട് അറിവുള്ളവരും ഒരുപാട് ഹെൽത്ത് ഇൻഷുറൻസ് മേഖല ഒത്തിരി നാളുകൊണ്ട് പ്രീമിയം അടയ്ക്കുന്നവരും പല കാര്യങ്ങളെപ്പറ്റിയും ഒരുപാട് അറിവുള്ളവർക്ക് പോലും അബദ്ധം സംഭവിച്ചിട്ടുള്ളതാണ്. റീസെന്റ് ആയിട്ട് നമ്മളത് വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള അബദ്ധം ഉണ്ടാകാതിരിക്കാൻ നോക്കുക. ഒരു ഏജന്റ് ത്രൂ തന്നെ എടുത്താൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഏത് നാട്ടിലുള്ള ഏത് ഓഫീസിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒന്നാണ് ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. പണ്ട് ഫിസിക്കൽ കാർഡായിട്ടൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഡിജിറ്റൽ കാർഡ് ആയിരിക്കും. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. ഈ ആപ്ലിക്കേഷനിൽ കൂടെ നമ്മുടെ ഡിജിറ്റൽ കാർഡ് കാണാം. അതല്ലെങ്കിൽ നമ്മുടെ പോളിസി ഡോക്യുമെന്റ് നമ്മുടെ ഏജന്റിനോട് ആവശ്യപ്പെട്ടാൽ അവർ അയച്ചു തരും. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 പേജുകൾ അയച്ചു തരും. ആ പേജിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ഹെൽത്ത് കാർഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഒരു DTP സെന്ററിലോ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കാർഡ് രൂപത്തിലാക്കണമെങ്കിൽ ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിജിറ്റൽ കാർഡ് യൂസ് ചെയ്താലും മതി. അത് ആ ഡിജിറ്റൽ കാർഡിലുള്ള ഡേറ്റാസും കൃത്യമാണെന്ന് തന്നെ നിങ്ങളൊന്ന് നോക്കിയേക്കണം. പിന്നെ നിങ്ങളുടെ പോളിസിക്കകത്ത് പേയ്മെന്റുകളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അത് ചില പോളിസികൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, അത് നമുക്ക് അറിവില്ലാതെ തന്നെ നമ്മളുടെ ഒരു പേയ്മെന്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം പേയ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ബില്ല് വരുന്ന സമയത്ത് ഇത്ര പെർസെൻറ്റേജ്, ഒരു 20% അല്ലെങ്കിൽ 40% നമ്മൾ അടയ്ക്കേണ്ടതാണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. 1 ലക്ഷം രൂപ ബില്ല് വന്നാൽ ഒരു 40,000 രൂപ നമ്മൾ അടയ്ക്കണം എന്നുള്ള അവസ്ഥകളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ പേയ്മെന്റ് ഇല്ലാത്ത പോളിസികൾ തിരഞ്ഞെടുക്കുക. അത് നമ്മുടെ പോളിസി ഡോക്യുമെന്റിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ആനുവൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റബിൾ. ഇതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകുന്ന ഒരു സംഭവമാണ്. അപ്പം അതും ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. പിന്നെ എന്നുള്ളതാണ് കൺസ്യൂമബിൾസിന്റെ കവറേജ്. അതൊരു എക്സ്ട്രാ റൈഡറായിട്ടോ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ഈ കൺസ്യൂമബിൾസ് കവറേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നോക്കുക. നിങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോളിസി ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോളിസി പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നാളെ ഒരു സർവീസ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറയാനും ഒക്കെ നല്ലതായിരിക്കും. അപ്പം ഇത്രയും പേജെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഈ പോളിസി അറിയാനും നിങ്ങൾക്കത് കൃത്യമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ കഴിയും. അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നമുക്ക് ഇനിയും ഉപകാരമുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.